എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതേ, നിങ്ങൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പുറകിൽ ഇപ്പോൾ നടക്കുന്ന ആ രഹസ്യ ചർച്ചകൾ, അതായത് നിങ്ങളെക്കുറിച്ചുള്ള ചെറിയ ചില ഗോസിപ്പുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. രസകരമായ ഒരു റീഡിംഗ് ആയിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. വലിയ ഹെവി ആയിട്ടുള്ള ഒരു എനർജിയും വിഷമം തോന്നുന്ന ഒരു എനർജിയും ഫോഴ്സ്ഫുള്ളി ഒന്നും അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ റീഡിങ്ങിനെ കാണുക. ഓക്കെ, 7 of Wands, Knight of Wands, Knight of Cups, Queen of Swords, 4 of Swords, Lovers, King of Swords, ക്യൂനും കിങ്ങും വന്നിട്ടുണ്ട്. Ace of Pentacles, Hanged Man and Judgment. അപ്പോൾ നിങ്ങളുടെ അസാന്നിധ്യത്തിൽ നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ പിന്നിൽ നടക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പരിചയമുള്ള ആളുകളുടെ ഒരു സർക്കിളിൽ നടക്കുന്ന ഗോസിപ്പ് എന്താണെന്നാണ് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിച്ചത്. അതിനായിട്ട് നമുക്ക് ഇരിക്കുന്ന കാർഡുകളുടെ എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ പുറകിൽ പലതരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഇതൊരു ജനറൽ കളക്റ്റീവായിട്ടുള്ള റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ പലർക്കും പല രീതിയിലായിരിക്കും കണക്റ്റ് ആവുക. അതാദ്യം ഒന്ന് മനസ്സിൽ വെക്കണം. എല്ലാം കൂടി നമ്മുടെ അനുഭവത്തിൽ ഉണ്ടാകും, അല്ലെങ്കിൽ അത് അങ്ങനെയാണെന്ന് നമ്മൾ വിചാരിച്ചെടുക്കേണ്ടതില്ല. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും. നിങ്ങളുമായിട്ട് ബന്ധമുള്ളതാണ് ഇതെന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ടാവും. അങ്ങനെയുള്ളത് മാത്രം നിങ്ങൾ സ്വീകരിച്ചാൽ മതി കേട്ടോ. അതായത് അങ്ങനെയുള്ളത് ആണ് നിങ്ങൾക്കുള്ളത്. ബാക്കി പല ആളുകളും കേൾക്കുന്നുണ്ടല്ലോ, പലവരിലേക്കുമായിട്ടുള്ള എനർജിയാണ് ഇതിൽ കാണുക. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇതിൽ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള എനർജികളാണ് ഈ കാർഡുകളിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ വളർച്ചയ്ക്ക് പിന്നിൽ ഉണ്ടാകുന്ന അസൂയയെ പറ്റിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയാണ് ഇതിലൊരു പ്രധാന ടോപ്പിക്ക്. നിങ്ങളുടെ തൊഴിൽ മേഖലയുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബവുമായിട്ടോ ബന്ധപ്പെട്ട ഒരു സ്ട്രോങ് ആയിട്ടുള്ള എനർജിയാണ് ആദ്യമായി തന്നെ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സക്സസ്, ഒരു വിജയം നേടിയ സമയത്ത്, അല്ലെങ്കിൽ നേടുമ്പോൾ, സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങുമ്പോൾ, എന്തെങ്കിലും ഒരു ചെറിയ പ്രോഗ്രസ് നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ അത് കണ്ട് സഹിക്കാൻ കഴിയാത്ത ചിലർ നിങ്ങളുടെ ചുറ്റിനുമുണ്ട് എന്നാണ് ഈ എനർജി പറയുന്നത്. അവർ നിങ്ങളുടെ പുറകിലിരുന്ന് സംസാരിക്കുന്നത് എന്താണെന്നറിയാമോ? അതായത് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര ഹെഡ് വെയിറ്റ് ആണ്, ആളുകളെയൊന്നും പഴയ പോലെയൊന്നും ഒരു വിലയുമില്ല, ഒരു മൈൻഡും ഇല്ല, എന്തോ വലിയ കഴിവുണ്ടെന്നാണ് ഭാവം എന്ന രീതിയിലൊക്കെ നിങ്ങളുടെ കഴിവുകളെ മറ്റുള്ളവരുടെ മുന്നിൽ ചെറുതാക്കി കാണിക്കാനുള്ള ഒരു സംസാരം കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഇപ്പൊ ഓഫീസിൽ നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടിയാലോ, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരു നല്ല ലാഭം ഉണ്ടായാലോ, അവരതിനെ പറയുക, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്, അല്ലാതെ അത്ര വലിയ കഴിവൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, അത് അവരുടെ ലക്കാണ്. അങ്ങനെയൊക്കെയാണ് അവർ മറ്റുള്ളവരോട് പറയുന്നത്. പക്ഷെ ഈ കാർഡുകൾ പറയുന്നത് നിങ്ങൾ വളരെ ബുദ്ധിപൂർവം ഈ അസൂയക്കാരെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ അകറ്റി നിർത്തുന്നുണ്ട് എന്നാണ്. നിങ്ങൾക്കറിയാം ഇങ്ങനെയുള്ള ടോക്കുകളൊക്കെ നിങ്ങളെ ചുറ്റിപ്പറ്റിയുണ്ട്, അല്ലെങ്കിൽ ആരാണ് ഇതൊക്കെ പറയുന്നത് എന്ന ഒരു ഏകദേശ ധാരണ നിങ്ങൾക്കുള്ളതുപോലെയാണ് ഈ കാർഡുകൾ കാണിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ പുറകിൽ നടക്കുന്ന ചർച്ചകളെല്ലാം വളരെ നെഗറ്റീവാണെന്നൊന്നും ഇത് കേട്ട് വിചാരിക്കേണ്ടതില്ല. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ, അല്ലെങ്കിൽ നിങ്ങൾ ദിവസവും കാണുന്ന പരിചയക്കാരുടെ ഇടയിലുള്ള ചിലർ നിങ്ങളെക്കുറിച്ച് വലിയ താല്പര്യത്തോടെ സംസാരിക്കുന്നുണ്ട്. അവരുടെ ഒരു ചർച്ച നിങ്ങളെ പുകഴ്ത്തിക്കൊണ്ടുള്ളതാണ്. നിങ്ങളെ കാണാൻ നല്ല ഭംഗിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സംസാര രീതി വളരെ ഗംഭീരമാണ്, ആളുകളോട് പെരുമാറുന്ന രീതി വളരെ നല്ലതാണ്. അങ്ങനെയൊക്കെയാണ് അവർ നിങ്ങളെപ്പറ്റി, നിങ്ങളുടെ കഴിവുകളെ പറ്റി അങ്ങനെയൊക്കെ താല്പര്യപൂർവ്വം സംസാരിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, ഈ പറയുന്ന ആളുകളിൽ ഒരാൾക്ക് നിങ്ങളോട് കടുത്ത പ്രണയവുമുണ്ട്. ആ സ്നേഹം നിങ്ങളോട് എങ്ങനെ തുറന്നു പറയണം എന്നവർ അവരുടെ ഒരു കൂട്ടുകാരോട് ചോദിച്ചറിയുന്നുണ്ട്. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രപ്പോസ് ചെയ്യണം എന്ന രീതിയിൽ ഉള്ള ഒരു ആലോചനയിലാണ് ചിലർ എന്ന് കാണുന്നുണ്ട്. ഇനി ഇതൊന്നുമല്ല,
ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളോടുള്ള പ്രണയത്തെക്കുറിച്ച് ഈ പറയുന്ന ആളുകൾ ഒരു ഡിസ്കഷൻ നടത്തുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ പങ്കാളി തന്നെ ചിലപ്പോൾ നിങ്ങളോട് കടുത്ത പ്രണയമുള്ള ആളായിരിക്കാം. അവർ അവരുടെ സുഹൃത്തുക്കളോട് നിങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ബന്ധത്തെ പറ്റി വളരെ അഭിമാനത്തോടെ സംസാരിക്കുന്നുണ്ട് എന്നതും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അതായത് ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നോ അല്ലെങ്കിൽ പഴയ കൂട്ടുകെട്ടുകളിൽ നിന്നോ അല്പം മാറി നിൽക്കുകയാണോ? ഒരു വിഡ്രോവൽ, സ്വന്തം സമാധാനത്തിന് വേണ്ടി നിങ്ങൾ ഒരു നിശബ്ദത പാലിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൽ നിന്നും. അങ്ങനെ ഉണ്ടെങ്കിൽ കേട്ടോളൂ, അതിനെക്കുറിച്ച് നാട്ടിൽ വലിയ ചർച്ചയാണ് നടക്കുന്നത്. അതായത് നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് നിന്നിരുന്ന ഏതോ ഒരു മേഖലയിൽ നിന്ന് നിങ്ങളിപ്പോൾ പിൻവാങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് അവിടെയുള്ള ചില കാര്യങ്ങളിലുള്ള മടുപ്പ് കൊണ്ടോ ഒന്നിനും അതിൽ ഇനി കൂടുതൽ ഇടപഴകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടോ ആ ആളുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ബോധപൂർവമായിട്ട് നിങ്ങൾ ഒരു വിശ്രമം എടുക്കുന്നു, അതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നത് വലിയ ചർച്ചയായിട്ടുള്ള വിഷയമാണ് ഇന്ന് നാട്ടിൽ. നാട്ടുകാരും കൂട്ടുകാരും അല്ലെങ്കിൽ ഇത് ആരുടെ ഇടയിലായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നത്, അവരെല്ലാം ചേർന്ന് നിങ്ങളുടെ പുറകിലിരുന്ന് ഓരോ കഥകൾ ഇതിനെപ്പറ്റി മെനഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അത് ചിലപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയായിരിക്കാം: നിങ്ങൾക്ക് എന്തോ വലിയ തകർച്ച പറ്റി, നിങ്ങൾ തകർന്നു പോയി, നിങ്ങളിങ്ങനെ എല്ലാത്തിൽ നിന്നും പിൻവാങ്ങി നിൽക്കുന്നത് അതുകൊണ്ടാണ്, നിങ്ങൾ തോറ്റുപോയത് കൊണ്ടാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായ എന്തോ ഒരു വലിയ കടത്തിലാണ് നിങ്ങൾ, വലിയ തകർച്ചയിലാണ് നിങ്ങൾ, ജോലി ഇല്ലാത്തൊരു വിഷയത്തിലാണ് നിങ്ങൾ, അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ വരാൻ പേടിച്ചിട്ടാണ് നിങ്ങൾ മാറി നിൽക്കുന്നത്, നാണക്കേട് കൊണ്ടാണ് മാറി നിൽക്കുന്നത് മുതലായ ഒരു ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കുറെ ഊഹാപോഹങ്ങൾ നടക്കുന്നുണ്ട്. സത്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടിയും സ്വയം ഒന്ന് റീചാർജ് ചെയ്യാൻ വേണ്ടിയുമാണ് മാറി നിൽക്കുന്നതെന്നാണ് ഇവിടെ നമുക്ക് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. ഇനി നിങ്ങളുടെ ഈ പിൻവാങ്ങൽ ഒരു ഒളിച്ചിരിക്കൽ പോലെ അവരെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള കടുത്ത ക്യൂരിയോസിറ്റിയിലാണ് അവർ. നിങ്ങൾ എന്തിനാണ് ഈ പിൻവാങ്ങിയിരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് മാറി നിൽക്കുന്നത്? മാറി നിന്നുകൊണ്ട് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് തയ്യാറെടുക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത ഇല്ലാത്തത് കൊണ്ട് അത് എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം എന്ന് വിചാരിച്ച് ഉള്ള ഒരു സംസാരങ്ങൾ നടക്കുന്നു എന്നാണ് നമുക്കിതിൽ നിന്നും കിട്ടുന്ന സൂചന. ഇവിടെ വളരെ ശക്തമായിട്ട് വന്നിരിക്കുന്ന ഒരു എനർജി, സ്ത്രീയുടെ ഒരു എനർജി വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് സമാധാനം കെടുത്തുകയും കടുത്ത വാക്കുകൾ കൊണ്ട് നിങ്ങളെ കുത്തി നോവിക്കുകയും ചെയ്ത ഒരു സ്ത്രീ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ? അത് നിങ്ങളുടെ കുടുംബത്തിലെ ഒരു പ്രായമുള്ള സ്ത്രീ ആകാം, അല്ലെങ്കിൽ ഓഫീസിലെ ഒരു ലേഡി ബോസ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾ ഏത് മേഖലയിലാണോ നിന്നിരുന്നത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ലീഡർ ആകാം. നിങ്ങളെ സാമ്പത്തികമായി തകർക്കാനും മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ പേര് ചിത്താക്കാനും ഈ സ്ത്രീ നിങ്ങളുടെ പുറകിൽ വലിയ കള്ളക്കഥകൾ ഉണ്ടാക്കിയിരുന്നു. നിങ്ങളെ ഒരു മോശം വ്യക്തിയായി ചിത്രീകരിക്കാനാണ് അവർ നോക്കിയിരുന്നത്. പക്ഷെ ഇവിടെയാണ് യൂണിവേഴ്സിന്റെ ഒരു വിധി വരുന്നത്. അവർ ഉണ്ടാക്കിയ കള്ളങ്ങളെല്ലാം ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി പൊളിഞ്ഞു വീഴുകയാണ്. നിങ്ങളെ കുറ്റപ്പെടുത്തിയ മറ്റുള്ളവർ തന്നെ ഇപ്പോൾ ഈ സ്ത്രീയുടെ മുഖം മൂടി തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ആളുകൾക്കിടയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് ആ സ്ത്രീയുടെ ചതിയെക്കുറിച്ച് ഉള്ള കാര്യങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുകൂലമായി വിധി എഴുതി കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന സൂചന. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട അംഗീകാരവും മാനസികമായ സമാധാനവും ഒപ്പം ഒരു വലിയ സാമ്പത്തിക ഭാഗ്യവും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ തേടിയെത്താൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിവിടെ 4 വ്യത്യസ്തമായ എനർജികൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാം. അതായത് ഈ പറഞ്ഞ ചർച്ചകളിൽ നിങ്ങളെ തകർക്കാൻ വേണ്ടി നിങ്ങളുടെ കരിയറിലും കുടുംബത്തിലും അസൂയയോടെ കള്ളക്കഥകൾ ഉണ്ടാക്കുന്ന ആ വ്യക്തി ആരാണ് എന്ന് നമുക്കറിയണം. അവരെങ്ങനെ തിരിച്ചറിയാം? ഓക്കെ, അപ്പൊ നമുക്ക് അത് വിചാരിച്ചുകൊണ്ട് ഒരു കാർഡ് കൂടി എടുക്കാം. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഹെഡ് വെയിറ്റ് ആണെന്നൊക്കെ പറയുന്ന നിങ്ങളുടെ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട സർക്കിളിലുള്ള, ഇത് കരിയറാവാം, കുടുംബവുമാകാം, എന്തുമാകാം,
ആ ക്ലോസ് സർക്കിളിലുള്ള വ്യക്തി ആരാണെന്നാണ് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കുന്നത്. ക്യൂൻ ഓഫ് കപ്സ്, എംപറർ, 7 ഓഫ് പെന്റക്കിൾസ്, 4 ഓഫ് വാണ്ട്സ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കാർഡുകൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ 2 തരത്തിലുള്ള എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് ഇത് 2 രീതിയിൽ കണക്റ്റ് ആകാം. ആദ്യത്തെ സൂചന, ഇത് നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ ഉള്ള പ്രായം കൊണ്ടോ പദവി കൊണ്ടോ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു പുരുഷനെ കുറിച്ചാണ്. പുരുഷനാണ് എന്നതാണ്. ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു പുരുഷനാണ്. വളരെ ഗൗരവക്കാരനായ, എല്ലാവരും തന്റെ വാക്ക് കേൾക്കണമെന്ന് നിർബന്ധമുള്ള, അല്പം ശാഠ്യക്കാരനായ ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു കാരണവർ രൂപത്തിലുള്ള ആളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലെ ഒരു ഹെഡ് അല്ലെങ്കിൽ ഒരു ബോസ് ആകാം. നിങ്ങളുടെ വളർച്ചയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു സന്തോഷകരമായ ജീവിത സാഹചര്യമോ ചടങ്ങോ സെലിബ്രേഷനോ ഒക്കെ കണ്ട് പുറമേക്ക് ചിരിക്കുമെങ്കിലും സന്തോഷം പ്രകടിപ്പിക്കുമെങ്കിലും ഉള്ളിൽ കടുത്ത അസൂയ വെച്ച് നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന വ്യക്തിയാണിത്. ഇനി അതല്ലെങ്കിൽ മറ്റൊരു സാധ്യത, ഇതാകാം, അല്ലെങ്കിൽ എന്നല്ല, ഇതുമാകാം. മറ്റൊരു ഓപ്ഷൻ, ഇത് നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന, നിങ്ങളോട് വളരെ സ്നേഹത്തോടെയും കെയറിങ്ങോടെയും സംസാരിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ വരികയും നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ അഭിനയിക്കുമെങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കുന്നത് ഇവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് നാൾ കാത്തിരുന്ന് നേടിയെടുത്ത ഒരു സൗഭാഗ്യം ഇവർക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ ഇവർ വളരെ പാവമാണ്, പക്ഷെ നിങ്ങളുടെ പുറകിൽ ഇവർ കടുത്ത ഗോസിപ്പുകൾ പറഞ്ഞുണ്ടാക്കുന്നു. അപ്പോൾ ഇത് ഒന്നുകിൽ അധികാരമുള്ള ഒരു പുരുഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്ന് സ്നേഹം അഭിനയിക്കുന്ന ഒരു സ്ത്രീ. നിങ്ങളെ ഒരു വലിയ വിജയത്തിൽ നിന്നും തടയാൻ വേണ്ടി ഇവർ നിങ്ങളുടെ പുറകിൽ കരുക്കൾ നീക്കുന്നുണ്ട് എന്നതാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ടതൊന്നുമില്ല. നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം യൂണിവേഴ്സ് എന്തായാലും നിങ്ങൾക്ക് തന്നെ തന്നിരിക്കും എന്നുള്ളതാണ്. ഇനി അടുത്ത നമുക്ക് കിട്ടിയ ഒരു എനർജി, നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു എനർജി, നിങ്ങളെ തേടി വരുന്ന രഹസ്യ പ്രണയം ആരാണ്? ആ വ്യക്തി നിങ്ങളോട് ഇത് തുറന്നു പറയാൻ മടിക്കുന്നതിന് പിന്നിലെ യഥാർത്ഥ തടസ്സം എന്താണ്? ഇത് സിംഗിൾസ് ആണെങ്കിലാണ് പുതിയ പ്രണയം എന്ന് അങ്ങനെയൊന്നുമില്ല. ജനറലി ഇപ്പൊ മാരീഡ് ആണെങ്കിലും റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളുകളാണെങ്കിലും ആളുകൾക്ക് ചില താല്പര്യങ്ങളൊക്കെ തോന്നാം. മാരേജിന് വേണ്ടിയുള്ള വേറെ ഏതെങ്കിലും തരത്തിലുള്ള മോശമായ റിലേഷൻഷിപ്സ് ഉദ്ദേശമായിരിക്കില്ല. പറയാൻ പറ്റാതെ ചിലപ്പോൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചില താല്പര്യങ്ങൾ ഉണ്ടാവാം, അതുമാകാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് വെറുതെ ജനറൽ ആയിട്ട് ചോദിക്കാം, ആ രഹസ്യമായി ആ താല്പര്യം നിങ്ങളോട് സൂക്ഷിക്കുന്ന ആ വ്യക്തി, നിങ്ങൾ അറിയാതെ നിങ്ങളെപ്പറ്റി വലിയ താല്പര്യം അവർക്ക് വേണ്ടപ്പെട്ട ആളുകളോട് സർക്കിളിൽ അവർ ഷെയർ ചെയ്യുന്നുണ്ട്. ആരാണ് ആ വ്യക്തി? ഇതുണ്ടോ ഏസ് ഓഫ് കപ്സ് വന്നിരിക്കുന്നത് നോക്കൂ. ഏസ് ഓഫ് കപ്സ്, ഫൂൾ, ഏസ് ഓഫ് സൂട്ട്സ്, പേജ് ഓഫ് വാണ്ട്സ്, കിങ് ഓഫ് വാണ്ട്സ്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ വളരെ ആഴമുള്ള ഒരു രഹസ്യമാണ് വെളിപ്പെടുത്തുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്ത് തന്നെയാണെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വിവാഹിതരോ സിംഗിളോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലുള്ളവരോ ആയിക്കൊള്ളട്ടെ, ഈ വ്യക്തിക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു കടുത്ത താല്പര്യമുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു വിവാഹത്തിലേക്കോ അല്ലെങ്കിൽ പുറത്തു പറയാൻ പറ്റുന്ന ഒരു ബന്ധത്തിലേക്കോ കൊണ്ടുപോകാൻ അവർക്ക് കഴിയാത്തൊരു സാഹചര്യമാകാം. നിങ്ങളുടെ അതായത് റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ നേരത്തെ ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം. നിങ്ങളോട് പറയാതെ അവർ അവരുടെ സർക്കിളിനുള്ളിൽ നിങ്ങളുടെ ബന്ധത്തെപ്പറ്റി വലുതായിട്ട് പറയുന്നുണ്ടാവും, നിങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. അത് എന്തുകൊണ്ടാണെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു റീഡിങ്ങിൽ നമുക്ക് നോക്കേണ്ടി വരും. എന്നാൽ ഇവിടെ രഹസ്യമായിട്ട് പുറമെ പറയാൻ താല്പര്യപ്പെടാതെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു താല്പര്യം എന്തായാലും ഇവിടെയുണ്ട്. ഇനി എന്തുകൊണ്ടാണ് അവർ ഇത് ഒളിച്ചു വെക്കുന്നതെന്ന് ഈ കാർഡുകൾ നൽകുന്ന സൂചന നമുക്ക് വേണമെങ്കിൽ നോക്കാം. അതായത് ഇതെങ്ങനെ അങ്ങോട്ട് പുറത്തു പറഞ്ഞാൽ അത് വലിയൊരു തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തെയോ അവരുടെ ജീവിതത്തെയോ അത് ദോഷകരമായി ബാധിക്കുമെന്നോ അവർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തത വരുത്താൻ കഴിയാതെ ഈ വികാരം അവർ ഉള്ളിൽ തന്നെ അമർത്തി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഉള്ളിൽ നിങ്ങളോട് ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്ന
തീവ്രമായ ആഗ്രഹം അടക്കി പിടിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത് എന്ന് കാണാം. ഇനി നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നതിന് പിന്നിലെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു പോസിറ്റീവ് എനർജിയും നിങ്ങളോടുള്ള കടുത്ത താല്പര്യവും ഒരു അട്രാക്ഷനും മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ എപ്പോഴും പുകഴ്ത്തി സംസാരിക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ആളുകൾ കൂടുമ്പോൾ ഇവർ പറയുന്നത് നിങ്ങളെപ്പോലെ നല്ലൊരു വ്യക്തിയെ അയാൾ കണ്ടിട്ടില്ല, നിങ്ങൾ ഭയങ്കര കഴിവുള്ള എന്തൊരു കഴിവുള്ള ആളാണ്, എത്ര നല്ല ആളാണ് എന്നൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറയുന്നത് ചിലപ്പോൾ യഥാർത്ഥത്തിൽ ശരിയായിരിക്കും. പക്ഷെ ഇയാളത് പറയുന്നതിന് കാരണം യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉള്ളിലുള്ള കടുത്ത ആരാധനയും താല്പര്യവും കൊണ്ടാണെന്നാണ് ഈ കാർഡുകൾ നമ്മളോട് സൂചിപ്പിക്കുന്നത്. പുറമേ അത് പ്രകടിപ്പിക്കാൻ കഴിയില്ലെങ്കിലും ഒരു കൊച്ചുകുട്ടിയെ പോലെ അതീവ കൗതുകത്തോടെയും ആകാംക്ഷയോടെയും നിങ്ങളെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ ഒരു നോട്ടമെങ്കിലും ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഇയാള് നിങ്ങളുടെ ചുറ്റിനുമൊക്കെ ഉള്ളത്. സാഹചര്യങ്ങൾ അനുവദിക്കാത്തത് കൊണ്ട് മാത്രം അവർ അതുള്ളിൽ ഒതുക്കുന്നു എന്ന് മാത്രം. നിങ്ങളുടെ ഒരു നോട്ടം പോലും അവർക്ക് ഇമ്പോർട്ടന്റ് ആണ്, സംസാരിച്ചില്ലെങ്കിൽ പോലും. നിങ്ങളൊന്ന് ചിരിച്ചാൽ അത് അവർക്ക് വലിയ കാര്യമാണ്. അങ്ങനെ ഓക്കെ. ഇനി നിങ്ങളുടെ നിശബ്ദത കണ്ട് നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ പല കള്ളക്കഥകളും മെനയുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ, നമ്മളിതിൽ കണ്ടു. നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന എന്ത് വലിയ മാറ്റമാണ് ഇവരുടെ എല്ലാം വായടപ്പിക്കാൻ പോകുന്നത്? അത് നമുക്ക് നോക്കാലോ. നിങ്ങൾ വിഡ്രോ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ പറയാതെ അവർ പറഞ്ഞു നടക്കുന്നുണ്ട്. എന്താണ് വിഡ്രോവലിന് ശേഷം നിങ്ങളെ എങ്ങനെയാണ് അവർ കാണാൻ വേണ്ടി പോകുന്നത്? 8 of Pentacles, Strength, King of Cups, 5 of Wands, 6 of Pentacles, Moon card, കയറ്റി വയ്ക്കാം. Moon card, 7 of Cups, 4 of Pentacles. Okay. നിങ്ങളുടെ ഈ നിശബ്ദത കണ്ട് നിങ്ങളുടെ ജീവിതം തകർന്നു എന്ന കള്ളക്കഥകൾ മെനയുന്ന നാട്ടുകാരുടെയും ശത്രുക്കളുടെയും ഒക്കെ വായടപ്പിക്കാൻ പോകുന്ന വലിയ വിധിമാറ്റം എന്താണെന്നാണ് കൃത്യമായിട്ട് ഈ കാർഡുകൾ നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് നിങ്ങളുടെ പുറകിൽ ഇപ്പോൾ വലിയൊരു ആശയക്കുഴപ്പവും പുകമറയും സൃഷ്ടിക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മൂൺ കാർഡും 7 of കപ്സും ഒക്കെ ചേർന്ന് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ സാമ്പത്തികമായി തകർന്നു, നിങ്ങൾക്ക് ഇനി എഴുന്നേൽക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഏത് മേഖലയിലാണോ ഉണ്ടായിരുന്നത് പൂർണ്ണമായും ആ ഒരു കരിയർ അവസാനിച്ചു പോയി എന്ന രീതിയിലൊക്കെ നിങ്ങളെപ്പറ്റി നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അടിയറവ് പറഞ്ഞു, നിങ്ങൾ തോറ്റുപോയി, ഇനി ഒരിക്കലും നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല, നിങ്ങളുടെ ഉന്മൂലനാശനം വരുത്തി കഴിഞ്ഞു എന്ന രീതിയിലൊക്കെ വന്നു കഴിഞ്ഞു, നിങ്ങൾ പൂർണ്ണമായും തറ പറ്റി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പരത്തുന്നുണ്ട്. അങ്ങനെ പല കഥകളാണ്, പല ഓപ്ഷൻസ് ആണ് അവർ പറഞ്ഞുണ്ടാക്കുന്നത്. പക്ഷെ ഈ കള്ളക്കഥകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് 3 വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അതായത് ഒന്നാമത്തെ മാറ്റം, നിങ്ങളുടെ കഠിനാധ്വാനത്തിനുള്ള വൻ പ്രതിഫലം കിട്ടുന്നതാണ്. നിങ്ങൾ മാറി നിന്ന ഈ സമയം അത്രയും വെറുതെ ഇരിക്കുകയായിരുന്നില്ല. നിങ്ങളുടെ കരിയറിലോ അല്ലെങ്കിൽ പുതിയൊരു വരുമാന മാർഗത്തിലോ നിങ്ങൾ അതീവ രഹസ്യമായി കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു എന്നാണ് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയായിരുന്നു. ആളുകൾ നിങ്ങളുടെ തകർച്ച ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തികം ഭദ്രമാക്കാനുള്ള അടിയന്തര തയ്യാറെടുപ്പിലായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ വലിയൊരു സാമ്പത്തിക നേട്ടം നിങ്ങളുടെ കൈകളിൽ വരികയും നിങ്ങളുടെ സമ്പാദ്യം ഇരട്ടിയാവുകയും ചെയ്യും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ പണം വരുന്നത് കാണുമ്പോൾ തന്നെ ഈ പറയുന്നവരുടെയൊക്കെ പകുതി വായടെ. രണ്ടാമത്തെ മാറ്റം, നിങ്ങളെ തകർക്കാൻ നോക്കിയവരുടെ പരസ്പരമുള്ള ഒരു തർക്കമാണ്. അത് നിങ്ങൾ കാണാൻ പോകുന്നതാണ്. നിങ്ങളെക്കുറിച്ച് കള്ളക്കഥകൾ ഉണ്ടാക്കാൻ ഒന്നിച്ചു നിന്നവരുണ്ടല്ലോ, അവർക്കിടയിൽ തന്നെ വലിയൊരു ആഭ്യന്തര കലഹവും തർക്കവും വരാൻ പോവുകയാണ്. ഇവർ പരസ്പരം ചെളിവാരി എറിയുകയും നിങ്ങളെ ചതിക്കാൻ ഇവർ ഉണ്ടാക്കിയ പദ്ധതികൾ ഇവർക്ക് തന്നെ വിനയായി തീരുകയും ചെയ്യും. മാത്രമല്ല, നിങ്ങളെ എങ്ങനെയാണ് ഇവർ ഉപദ്രവിച്ചത്, അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഉപദ്രവിച്ചതെന്ന് ഇവരിൽ ആരെങ്കിലുമൊക്കെ തന്നെ പരസ്യമാക്കും. ശത്രുക്കൾ പരസ്പരം തല്ലിപ്പിരിയുന്ന കാഴ്ച കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന എനർജി. മൂന്നാമത്തെ മാറ്റം, അതിഗംഭീരമായ മാറ്റം, നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ പദവിയുമെല്ലാം ഉയരുന്നതാണ്. ഇത്രയൊക്കെ പ്രതിസന്ധികൾ വന്നിട്ടും നിങ്ങൾ കാണിച്ച ആ ഒരു ആത്മധൈര്യവും ക്ഷമയും ഉണ്ടല്ലോ,
അതിനുള്ള വലിയൊരു അംഗീകാരം യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നുണ്ട്. നിങ്ങൾ മാനസികമായി അതീവ ശക്തനും അല്ലെങ്കിൽ ശക്തയുമായ ഒരു നിലയിലേക്ക് മാറാൻ പോകുന്നു. നാട്ടുകാരുടെ മുന്നിൽ വെറും ഒരു ഇരയായി നിൽക്കാൻ നിങ്ങൾ തയ്യാറല്ല. നിങ്ങളെ തരം താഴ്ത്തിയ അതേ ആളുകളുടെ മുന്നിൽ മറ്റുള്ളവരെ സഹായിക്കാൻ തക്കവണ്ണം ഉയർന്ന സാമ്പത്തിക ഭദ്രതയുള്ള ദാനധർമ്മങ്ങൾ ചെയ്യാൻ ശേഷിയുള്ള ഒരു വലിയ നിലയിലേക്ക് കൈയഴിഞ്ഞ് സഹായിക്കാൻ മാത്രം, അതായത് സമ്പാദ്യമൊന്നും പിടിച്ചു വെക്കേണ്ട അവസ്ഥയില്ല, കൈയഴിഞ്ഞ് സഹായിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള ആളായിട്ട് നിങ്ങൾ വളരാൻ പോവുകയാണ്. നിങ്ങളുടെ നിശബ്ദത ഒരു തകർച്ചയായിരുന്നില്ല, പകരം ഒരു സിംഹം പതുങ്ങിയിരുന്ന് പിൻവലിഞ്ഞു നിന്ന് വലിയൊരു കുതിച്ചുചാട്ടത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്ന് നിങ്ങളുടെ വരാൻ പോകുന്ന വൻ വിജയം കണ്ട് ഇവർക്കും ഇവരോടൊപ്പം നിന്നവർക്കും ഇവർ പറഞ്ഞത് കേട്ട് വിശ്വസിച്ച ആളുകൾക്കും നിങ്ങളെപ്പറ്റി ഗോസിപ്പുകൾ പറഞ്ഞു പരത്തിയപ്പോൾ അല്ലെങ്കിൽ അത് കേട്ട് വിശ്വസിച്ച എല്ലാവർക്കും യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇനി നമ്മൾ വേറൊരു കാര്യം കൂടി കണ്ടു. നിങ്ങളെ സാമ്പത്തികമായിട്ടും വ്യക്തിപരമായിട്ടും തകർക്കാൻ നോക്കിയ ഒരു സ്ത്രീയുടെ കാര്യം പറഞ്ഞു. വീൽ ഓഫ് ഫോർച്യൂൺ, നമുക്ക് ജമ്പേഴ്സ് വന്നിട്ടുണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് സ്റ്റാർ. ആ സ്ത്രീ അനുഭവിക്കാൻ പോകുന്ന കടുത്ത തിരിച്ചടി എന്താണ്, പിന്നെ അവർ നിങ്ങളുമായിട്ട് എങ്ങനെയാണ് കണക്റ്റ് ആയിട്ടിരിക്കുന്നത്. എംപ്രസ്, നയൻ ഓഫ് സോർഡ്സ്. ആരാണ് ആ സ്ത്രീ? നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ വെച്ച് നോക്കുമ്പോൾ ഈ സ്ത്രീ നിങ്ങളുടെ ജീവിതവുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ്. കൂടുതൽ ആളുകൾക്കും ഇത് നിങ്ങളുടെ കുടുംബവുമായിട്ട്, പ്രത്യേകിച്ച് വിവാഹ ബന്ധത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാകാനാണ് സാധ്യത. ഇൻലോസിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീ, ഒന്നുകിൽ നിങ്ങളുടെ അമ്മായിയമ്മ, സിസ്റ്ററിലോ, അല്ലെങ്കിൽ കുടുംബത്തിലെ മുതിർന്ന മറ്റേതെങ്കിലും ഒരു സ്ത്രീ. പുറമേക്ക് വളരെ മാന്യതയും സ്നേഹവും പ്രകടിപ്പിക്കുന്ന, കുടുംബകാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു മാതൃകാ സ്ത്രീയെ പോലെയാണ് ഇവർ ജീവിക്കുന്നത് അല്ലെങ്കിൽ പെരുമാറുന്നത്. പക്ഷെ ഉള്ളിൽ കടുത്ത വിഷം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇവർ. നിങ്ങളുടെ ഭൂതകാലവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടിക്കാലം മുതൽ അറിയാവുന്ന ഒരു സ്ത്രീ ആകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സ്വന്തം കുടുംബത്തിലെ തന്നെയുള്ള ഒരു സ്ത്രീ ആകാനും സാധ്യതയുണ്ട്. ഇനി ഇതൊരു തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെങ്കിൽ അവർ കാണാൻ വളരെ വൃത്തിയുള്ള, നല്ല വസ്ത്രധാരണം ഇഷ്ടപ്പെടുന്ന, അധികാര സ്വഭാവമുള്ള ഒരു സ്ത്രീയാണ്. അതായത് ഇപ്പൊ ഒരു ഓഫീസ് അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടായിരുന്ന ആ മേഖല ഏതാണോ അവിടുത്തെ ഒരു ലീഡർ, ഒരു ബോസ്, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ആളോ ആകാം ഇവർ. അവർക്ക് യൂണിവേഴ്സ് നൽകാൻ പോകുന്ന കടുത്ത ശിക്ഷ എന്താണ്, അതോടൊപ്പം നിങ്ങൾക്ക് വരാൻ പോകുന്ന മാറ്റം എന്താണ്? നിങ്ങളെ മാനസികമായി തകർക്കാനും ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കാനും ഈ സ്ത്രീ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സമാധാനം കളഞ്ഞ ഇവർ ഇപ്പോൾ വലിയൊരു കർമ്മഫലം അനുഭവിക്കാൻ പോകുകയാണെന്നാണ് കാണുന്നത്. കാരണം ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. വിധി ചക്രം തിരിയുകയാണ്. യൂണിവേഴ്സിന്റെ വിധി നിങ്ങളുടെ ഭാഗത്തേക്ക് മാറുമ്പോൾ നിങ്ങളെ തകർക്കാൻ ഇവർ മെനഞ്ഞ എല്ലാ കള്ളക്കഥകളും ഇവർക്ക് തന്നെ വിനയായി മാറും. ഇവരുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ ഇവരുടെ വ്യക്തി ജീവിതത്തിലോ ഇവർ ഇപ്പോൾ കടുത്ത മാനസിക വിഷമങ്ങളിലൂടെയും ആകുലതകളിലൂടെയും കടന്നു പോകാൻ തുടങ്ങിയിരിക്കുന്നു. ഇവർക്ക് നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ഇവർ ആഗ്രഹിച്ചിരുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അതൊക്കെ ഇവരുടെ ലൈഫിൽ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇവർ ചെയ്ത തെറ്റുകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ ആളുകളുടെ മുന്നിൽ ഇവരുടെ വില ഇടിയുമെന്നാണ്. അതായത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. ഇവരുടെ തെറ്റുകളൊക്കെ ഓരോന്നോരോന്നായി പുറത്തു വരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ സമാധാനവും പ്രത്യാശയും എല്ലാം, സൗഭാഗ്യവും എല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു നക്ഷത്രം പോലെ, ഒരു തിളക്കത്തോടെ യൂണിവേഴ്സ് നിങ്ങളെ ഒരു സ്റ്റാറിനെ പോലെ ആ സൗഭാഗ്യങ്ങൾ എല്ലാം, നേട്ടങ്ങളെല്ലാം നിങ്ങൾക്ക് തിരികെ തരും എന്നാണ് പറയുന്നത്. അവർ നഷ്ടപ്പെടുത്തിയത് എന്താണോ അതിനേക്കാൾ മെച്ചപ്പെട്ടത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. അവർ മൂലം നിങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളൊക്കെ നികത്തപ്പെടാൻ പോകുന്നു. നിങ്ങളെ താഴേക്ക് തള്ളിയിട്ടവർ, നിങ്ങളെപ്പറ്റി അപവാദം പറഞ്ഞവർ, അവർ നോക്കി നിൽക്കെ തന്നെ യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ വിജയവും സൗഭാഗ്യങ്ങളും കൊണ്ടുവരും എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ നഷ്ടങ്ങളെല്ലാം ഇരട്ടിയായി തിരികെ കിട്ടുന്ന ആ നല്ല നാളുകൾ ഇവിടെ തുടങ്ങുകയാണ്. അതുകൊണ്ട്
നിങ്ങളുടെ പുറകിൽ പലരും പല ചർച്ചകളും ഗോസിപ്പുകളും ഒക്കെ നടത്തുന്നുണ്ടാവാം. നിങ്ങളെ അസൂയയോടെ നോക്കുന്നവരും ഉള്ളിൽ കടുത്ത താല്പര്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നവരും നിങ്ങളെ തകർക്കാൻ നോക്കുന്ന സ്ത്രീ ശത്രുക്കളും ഒക്കെ നിങ്ങളുടെ ചുറ്റിനുമുണ്ട്. അതിൽ ബന്ധുക്കളുണ്ട്, ഇൻലോസ് ഉണ്ട്, രക്തബന്ധമുള്ളവരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ യൂണിവേഴ്സിന്റെ വലിയൊരു കാവൽ ഉറപ്പായിട്ടും ഇതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾക്കൊപ്പമുണ്ട്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങൾക്ക് അനുകൂലമായിട്ട് തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങളുടെ മനസ്സമാധാനം ഒന്നും കളയാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. യൂണിവേഴ്സിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് കൂടെ ഉണ്ടാകും. മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. മെമ്പർഷിപ്പ് പ്ലാനും ആക്റ്റീവാണ്. നിങ്ങൾക്ക് അനുയോജ്യമായ ഏതെങ്കിലും പ്ലാനുകൾ ഉണ്ടെങ്കിൽ അതും എടുത്താൽ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. ബൈ.